നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. FC ബാഴ്സലോണയും ഇന്റർ മിലാനും തമ്മിൽ നടന്ന മത്സരം ഒരു ത്രില്ലർ പോരാട്ടമായിരുന്നു. ക്ലാസിക് സെമി ഫൈനലായിരുന്നു. രണ്ടാം പാദത്തിൽ എക്സ്ട്രാ ടൈമിൽ 4-3 വിജയിച്ചിട്ടാണ് ഇന്റർ മിലാൻ ഫൈനലിലേക്ക് കടക്കുന്നത്. ബാഴ്സലോണ ആധിപത്യം പുലർത്തിയ മത്സരം, വലിയ രൂപത്തിൽ ആധിപത്യം പുലർത്തിയ മത്സരം. അത് പക്ഷേ അവർക്ക് തോൽക്കാനായിരുന്നു വിധി. 22 ഷോട്ടുകളാണ് തീർത്തത്. അതിൽ 10 ഓൺ ടാർഗറ്റ് ആയിരുന്നു. 3 ഗോളായി. ബാക്കി 7 കിടലൻ സേവുകൾ നടത്തി യാൻ സോമർ. ആ 36-കാരനാണ് ബാഴ്സലോണക്ക് പണി കൊടുത്തത്, ബാഴ്സയെ തടഞ്ഞത്. അദ്ദേഹം അർഹിക്കുന്നതാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. അത് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. യാൻ സോമറെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിലെ ഹയസ്റ്റ് റേറ്റിംഗ് അദ്ദേഹത്തിനായിരുന്നു. ഇന്റർ മിലാൻ്റെ ഭാഗത്ത് 7 സേവുകൾ അദ്ദേഹം നടത്തി. 5 ഇൻസൈഡ് ദി ബോക്സിൽ നിന്നുള്ള ഷോട്ടുകളാണ് സേവ് ചെയ്തത്. 70% ബോൾസ് അദ്ദേഹത്തിന് നേരെ വന്ന് 70% ബോൾസ് അദ്ദേഹം സേവ് ചെയ്തു. 7 ടാക്കിളുകൾ അദ്ദേഹം നടത്തി. ഒരു ഏരിയൽ ഡ്യുവൽ അത് അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. സോ ഈ കളി വിജയിച്ചതിന് ഇന്റർ മിലാൻ എല്ലാവിധ നന്ദിയും പറയേണ്ടത് യാൻ സോമറോട് തന്നെയാണ്. ഓർക്കുന്നുണ്ടോ 2023 ആന്ദ്രെ ഒനാനയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വിറ്റുകൊണ്ട് വെറും 6 മില്യൺ യൂറോക്കാണ്, 50 മില്യനാണ് ഒനാനയെ വിറ്റത്. ആ വെറും 6 മില്യൺ യൂറോക്കാണ് പകരം യാൻ സോമറെ ഇന്റർ സൈൻ ചെയ്തത്. അവിടെ നിന്ന് ഇപ്പോൾ 36-കാരനായിട്ടുള്ള താരം ഈ ബാഴ്സലോണയ്ക്കെതിരെയുള്ള UEFA ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ 2 പാദങ്ങളിലുമായിട്ട് 14 സേവുകളാണ് നടത്തിയത്. കഴിഞ്ഞ 15 സീസണുകളിൽ ഒരു ഗോൾ കീപ്പർ നടത്തിയ സെമി ഫൈനലിലെ സേവുകളുടെ കണക്കെടുത്താൽ 2ാം സ്ഥാനത്താണ് അദ്ദേഹം. ഈ കളിയിൽ അദ്ദേഹം മാൻ ഓഫ് ദി മാച്ച് നേടുകയും ചെയ്തു. ക്ലാസ് പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട, ബാഴ്സയെ തടഞ്ഞത് സോമറാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.